നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാമോ എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് വളരെ സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് എന്നാണ് കാണുന്നത്. മേ ബി ഒരുപാട് നാളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില ആൾക്കാർക്ക് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്നും കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ പലരും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ആവണം എന്നാഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പലരും മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള എല്ലാ പാസ്റ്റ് ലൈഫ് മെമ്മറീസും റിലീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നു. വളരെ തീവ്രമായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ലൈഫ് മെമ്മറീസ് എല്ലാം നിങ്ങൾ റിലീസ് ചെയ്തതിന് ശേഷം സെൽഫ് ഫോക്കസ്ഡ് ആയി എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങിയ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റിസ്കി ഫാക്ടറാണ്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും വളരെയധികം വ്യക്തമായിട്ട് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. വളരെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ടുള്ള ലൈഫ് നന്നായിട്ട് പോകുന്നതാണ് കാണുന്നത്. പക്ഷേ അത് വളരെ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇവിടെ കാണുന്നു. മേ ബി എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാസ്റ്റ് റിലീജിയൻ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അങ്ങനെ ഓവർകം ചെയ്യാനാകാത്ത പ്രശ്നങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ സാഹസികമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് ഒരു ഇനിഷ്യേറ്റീവും എടുക്കാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീൽ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷനിലാണ് നിങ്ങൾ. പക്ഷേ അത് നിങ്ങൾക്ക് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നുള്ളൊരു സിറ്റുവേഷൻ, മേ ബി ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. എങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകുന്നത് അത് യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷനാണ് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആവുന്നത്. അത് നിങ്ങളായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യേണ്ട, നിങ്ങൾ ഒരു ഇനിഷ്യേറ്റീവ്സും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫ് ആ ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. പ്യൂരിഫിക്കേഷൻ ഒരുപാട് ആവശ്യമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഡാർക്ക്നെസ് എല്ലാം മാറി നിങ്ങളുടെ ഒരു മൈൻഡിന് ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയൊരു പ്രകാശം വരുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ കുറച്ച് ടൈം കൂടി വെയിറ്റ് ചെയ്യുക. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മേ ബി ആ പേഴ്സൺ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. വളരെ കുറച്ച് നാളുകളായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഇവിടെ പലർക്കും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ആ വ്യക്തി നിങ്ങളെ വളരെ സിൻസിയറായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു ഭാവി ജീവിതം ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്.
മേ ബി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവുകയോ ചെയ്തത് കാരണം ആ വ്യക്തിയുമായിട്ട് മേ ബി കുറച്ച് പേർക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ കാണുന്നൊരു ടൈമാണ് എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് കുറച്ച് ടൈം കൊടുക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ വ്യക്തിക്കൊരു സ്പേസ് കൊടുക്കണമെന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്യുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക. ആ വ്യക്തിക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക, കുറച്ച് ടൈം കൊടുക്കുക. എന്നാൽ മാത്രമേ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുള്ളൂ. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്. മേ ബി ഇൻ യുവർ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്തിരുന്നില്ലായിരിക്കാം. പക്ഷേ ഇനിയുള്ള അവസരങ്ങളിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സക്സസ് റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. നിങ്ങൾക്കിതിലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ നമുക്ക് പറയാവുന്നതാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്യുകയാണ്. ഈ ഒരു പേഴ്സണെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട്. പക്ഷേ അത് നിങ്ങളുടെ അവസരങ്ങളാണ് ഇല്ലാതാക്കുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള ഓപ്പർച്യൂണിറ്റികളെ ആണ് ഇല്ലാതെയാക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം പ്യൂരിഫൈ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ച് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് ആരെന്ത് തെറ്റ് ചെയ്തിരുന്നു എങ്കിൽ പോലും ആ ഒരു കാര്യം പാസ്റ്റിൽ നടന്നിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വിഷമിക്കാതെ ആ ഒരു സിറ്റുവേഷനോടും ആ ഒരു പേഴ്സണോടും നിങ്ങൾ ഫർഗീവ് ചെയ്യുക എന്നാണ് ഈ ഒരു സമയത്ത് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്.